ഈശോയിലേറ്റസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടത് ഈശോയും ശിഷ്യന്മാരും കൂടി ഇങ്ങനെ വഞ്ചിയിൽ പോകുന്ന സമയത്ത് ഈശോ തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഫരിസേയരുടെയും അതുപോലെ തന്നെ സദുക്കാരുടെയും പുളിമാവിനെ പറ്റി നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രബോധനത്തെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണം എന്നാണ് ഈശോ അവരോട് പറയുന്നത്. പക്ഷേ പുളിമാവ് എന്ന് കേട്ടപടി ഇങ്ങനെ ശിഷ്യന്മാർ പറയുകയാണ്, നമ്മൾ അപ്പം എടുത്തിട്ടില്ലല്ലോ, അപ്പൊ അത് കാരണം അതിനെക്കുറിച്ചായിരിക്കും മിക്കവാറും ഈ ഗുരു പറയുന്നത് എന്നവര് പരസ്പരം പറയുകയാണ്. ഇത് മനസ്സിലാക്കിയിട്ട് ഈശോ അവരോട് പറയുകയാണ്, നിങ്ങൾ അപ്പത്തെ കുറിച്ച് എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് അല്ലെ? ഞാൻ ഇതിനു മുമ്പ് ചെയ്ത അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്ന് പറഞ്ഞ് ഈശോത്തിനു കൂടി അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത അവർക്ക് വരുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടത് ഈശോ ഒരു ആത്മീയമായ കാര്യം പറയുന്നു, ശിഷ്യന്മാര് വളരെ ഒരു ലൗകികമായ കാര്യമായിട്ട് അതിനെ തെറ്റിദ്ധരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവര് അതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അത് കാരണം അവര് ഈശോ പറഞ്ഞ കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ ലൗകികമായ ചെറിയൊരു അപ്പത്തിന്റെ കാര്യം മാത്രമാണ് അതെന്ന് ചിന്തിക്കുന്നു. ഈശോ വീണ്ടും അതിന് വ്യക്തത വരുത്തുകയാണ്. നമ്മളവരെ നമ്മളും ദൈവവും തമ്മിലുള്ള ഒരു ബന്ധത്തിലും ഈ ഒരു കാര്യം കടന്നു വരുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ദൈവം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ തന്നോട് ചേർത്ത് നിർത്തുന്നത് എന്ന് ചോദിച്ചാൽ കുറെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ വാരിക്കൂരി തരാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അതിന്റെ അപ്പുറത്ത് വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്ഷ അതിനപ്പുറത്തുണ്ട്. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് എന്ത് ലക്ഷ്യം വെച്ചിട്ടാണ്? ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ ലക്ഷ്യം വെച്ചിട്ടാണോ, അതോ അതിനപ്പുറത്തുള്ള നമ്മുടെ ആത്മാവിന്റെ രക്ഷ ലക്ഷ്യം വെച്ചിട്ടാണോ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ജീവിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.